ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇന്നൊരു ശനിയാഴ്ചയാണ്, വീക്കെൻഡാണ്. അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ പൊതിച്ചോറിൻ്റെ ഒരു വ്ളോഗ് ചെയ്തപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസും കമൻസൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അങ്ങനത്തെ ഒരു ദിവസവുമായിട്ട് വന്നത്. ഇന്നിവിടെ ഒരു കുറച്ച് മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ കാര്യം ഇഷ്ടമാണെങ്കിലും ഇതുപോലെ മൂടിക്കെട്ടി എന്താ പറയുന്ന അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ നമുക്ക് നാടും വീട്ടുകാരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ആ സ്ലേറ്റിൽ കുറച്ച് നല്ല കോഡ്സ് എഴുതി വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനത്തെ കോഡ്സ് എഴുതുന്നതും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ 7 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. ആദ്യം തന്നെ നമുക്ക് ചായ വെക്കാം. അപ്പോൾ ചായ വെക്കുന്ന പാത്രം ഇവിടെ തന്നെ കഴുകി വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. കാരണം രാവിലെയും വൈകുന്നേരം ഇവിടെ ചായ വെക്കാറുണ്ട്. ഞാനിങ്ങനെ എപ്പോഴൊന്നും ചായ കുടിക്കാറില്ല. പക്ഷെ ഇവിടെ ഇച്ചാന് ചായ ഭയങ്കര നിർബന്ധമാണ്. രാവിലെയും വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയൊക്കെ വരുന്ന ആളാണ്. ആരോണ്ട് പാലായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അവനിപ്പോൾ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ബൂസ്റ്റാണ്. അത് കുറച്ച് ബൂസ്റ്റ് മാത്രം ഇട്ടിട്ടാണ് കുടിക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കാറില്ല. ഓരോരുത്തരും ചായ ഉണ്ടാക്കുന്നതൊക്കെ വ്യത്യാസമായിരിക്കും അല്ലേ. ഞാനിവിടെ വെള്ളം തിളച്ചിങ്ങനെ നന്നായിട്ട് ചായ നന്നായി തിളപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പാലൊഴിക്കാറ്. അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ പിന്നെ പലതരത്തിൽ പാലുകൾ കിട്ടും. 1%, 2%, അതൊക്കെ അതിലെ ഫാറ്റിൻ്റെ കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ ഫാറ്റ് ഒട്ടും കളയാത്ത പാലും അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഞങ്ങൾ സാധാരണ 2%ൻ്റെ പാലാണ് വാങ്ങാറ്. അതാണ് ഇവിടെ ചായനൊക്കെ നല്ല ഇഷ്ടമുള്ളത്. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ ഫാറ്റുള്ള മിൽക്ക് വാങ്ങാറുണ്ട്. ചായ ഇങ്ങനെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുന്ന കണ്ടോ ഞങ്ങൾക്ക് കൂടുതലിഷ്ടം. ഇവിടെ സാധാരണ ചായയിൽ മധുരം ഇടാറില്ല. പിന്നെ വല്ലപ്പോഴും നമുക്കിങ്ങനെ മധുരം ഇട്ടൊക്കെ കുടിക്കാനായിട്ട് കൊതി തോന്നുമ്പോൾ മാത്രം ആണ് മധുരം ഇടാറുള്ളത്. മധുരം ഇടാത്ത ചായ കുടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ചായ അധികം കുടിക്കാറില്ലാത്തത് കേട്ടോ. ഇന്ന് ഞാൻ എനിക്കും കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത ദിവസം ഞാനങ്ങനെ ചായ അങ്ങനെ കുടിക്കാറില്ല. എനിക്ക് ചായ കുടിക്കുവാണെങ്കിൽ മധുരം ഇട്ട ചായ കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഒരുപാട് മധുരം അങ്ങനെ കഴിക്കണ്ടെന്ന് വെച്ചിട്ട് അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. സമയം കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉപ്പുമാവാണ്. ഉപ്പുമാവ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കൊച്ചിനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സമയം ഇത്ര ആയില്ലേ, വേഗം തന്നെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കെറ്റിൽ ഞാനിവിടെ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കും. അതാണ് എന്നിട്ട് കറികൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് ചെയ്തിട്ടില്ല ഇന്ന്. ചിലപ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് കാഷ്യൂനട്ടൊക്കെ ഇട്ട് നെയ്യിൽ ഒക്കെ വറുത്തിട്ടിട്ട് ഉപ്പുമാവ് കുറച്ച് ഗ്രാൻഡ് ആക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതിനൊന്നും മെനക്കെട്ടില്ല. ഇന്ന് സാധാരണ പോലെ തന്നെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങനെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തതും കാഷ്യൂനട്ടൊക്കെ നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ടൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഉപ്പുമാവിന്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ എല്ലാവർക്കും ഉപ്പുമാവ് സാധാരണ പഞ്ചസാരയും പഴവും കൂട്ടിയിട്ട് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ കറികളൊന്നും ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചത്തേക്കുള്ള കാര്യപരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് പ്രോൺസ് വറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രോസൺ പ്രോൺസ് ആണ് കേട്ടോ സാധാരണ ഇവിടെ, അല്ലാത്തതും വാങ്ങാറുണ്ട്. ഇന്ന് ഫ്രോസൺ ആയിട്ടുള്ള പ്രോൺസ് ആണ് എടുത്തേക്കുന്നത്. അത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് തന്നെ അരി അടുപ്പത്തിട്ടു. അപ്പോൾ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പാത്രമൊക്കെ കഴുകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചോറായി കിട്ടുമല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ ഇങ്ങനെ പാർബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞിട്ടൊരു അരി വാങ്ങാൻ കിട്ടും. അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുറത്ത് ഇങ്ങനെ നൂല് പോലത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കറി എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു കറിയാണ് കേട്ടോ. എൻ്റെ മമ്മിയുടെ ഒരു റെസിപ്പിയാണിത്. ഒരു കാളനാണ്, പക്ഷെ വെക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് അറിയില്ല നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് തന്നെ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മമ്മി വീട്ടിലുണ്ടാക്കുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ.
അപ്പോൾ നമ്മളതിനകത്തേക്ക് എടുത്തിരിക്കുന്ന കുമ്പളങ്ങയാണ്. മമ്മി സാധാരണ ഏത് കഷ്ണങ്ങൾ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഏത്തക്കായ, വെള്ളരിക്ക, കുമ്പളങ്ങ ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ആദ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചീര നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഓൾറെഡി കഴുകിയ ചീരയായിട്ടാണ് കേട്ടോ വാങ്ങാനായിട്ട് കിട്ടുക. ഇവിടെ ചുവന്ന ചീര കിട്ടാൻ പാടാണ്. വല്ലപ്പോഴും ഇന്ത്യൻ സ്റ്റോറി കാണാറുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാത്ത കടകളിലെല്ലാം ഇതുപോലത്തെ പച്ചച്ചീരയാണ് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മുടെ അരി അവിടെ തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ വെള്ളരിക്ക കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോൺസിൻ്റെ ആ തോടൊക്കെ ഒന്ന് കളയാണ്. ഇവിടെ സാധാരണ തലയും പിന്നെ ആ നടുക്കേക്കടെ പോകുന്ന ഒരു കറുത്ത വള്ളി പോലത്തെ സാധനമില്ലേ, അതും കളഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാൻ അതിൻ്റെ വാലും ബാക്കിയുള്ള ഒരു പുറം ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പ്രോൺസ് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വാരി വെച്ചു. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്യാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് മിക്സിയിൽ അരച്ച പേസ്റ്റാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ എല്ലാ വറക്കുന്നതിലും, അതായത് മീനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറക്കുമ്പോൾ ഞാൻ ഉലുവപ്പൊടി കുറച്ച് ചേർക്കാറുണ്ട്. ഒരു പൊടിക്ക് ഉലുവപ്പൊടി ചേർക്കും. പിന്നെ കുരുമുളക് പൊടി. അപ്പം മുളക്, മഞ്ഞൾ, ഉലുവപ്പൊടി, കുരുമുളക്, ഈ പേസ്റ്റ്, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഞാനങ്ങനെ പുരട്ടി വെക്കാറില്ല. സാധാരണ അങ്ങനെ ഒത്തിരി നേരമൊന്നും പുരട്ടി വെക്കാനായിട്ട് സമയം കിട്ടാറില്ല. ഒരു 10-15 മിനിറ്റൊക്കെ പുരട്ടി വെച്ചിട്ട് വറുത്തെടുക്കുവാണ് ഞാൻ ചെയ്യാറുള്ളത്. ചോറ് റെഡിയായപ്പോൾ അത് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആരൻ അവിടെ ഇരുന്നുകൊണ്ട് ടി വി കാണുന്നുണ്ട്. എന്തോ കാർട്ടൂണാണ് കാണുന്നത്. ഇന്നവൻ്റെ ഫ്രീ ഡേ ആണല്ലോ. അപ്പോൾ അവന് ഇങ്ങനെ ഫ്രീ ഡേ ഉള്ള ദിവസം കുറച്ച് നേരം ടി വി ടൈമൊക്കെ കിട്ടും. പുറത്ത് ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ ഇച്ചാനാണ് എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ ടി വി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവൻ്റെ ടി വി കാണുന്ന സമയമൊന്നും നമ്മളെ വേറെ ഒന്നും കാണാനായിട്ട് സമ്മതിക്കില്ല. പക്ഷെ അവനങ്ങനെ ഒരുപാട് ടി വി ടൈം കൊടുക്കാറില്ല. ഞങ്ങളുടെ ഇഷ്ടമുള്ള സിനിമകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ശനി ഞായറൊക്കെ വെക്കാറുണ്ട്. അപ്പോഴത്തേക്ക് മറ്റേ അടുപ്പിൽ കുമ്പളങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തു. ഇപ്പുറത്തെ അടുപ്പിൽ ചീര തോരൻ ഉണ്ടാക്കുകയാണ്. ചീരത്തോരൻ ഉണ്ടാക്കിയപ്പോഴേ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അരി ഇടാറുണ്ട് ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ. അപ്പോൾ അത് മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ നടുക്ക് വകഞ്ഞ് മാറ്റിയിട്ട് അരി ഇട്ട് നോക്കിയതാണ്. പക്ഷെ ആ അരി അങ്ങനെ നന്നായിട്ട് പൊട്ടി വന്നില്ല. അതിങ്ങനെ മറന്നുപോയിട്ട് ഇപ്പം ഇട്ടുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ തോരനിൽ കടിക്കാനൊന്നും കിട്ടിയില്ല. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായി വന്നില്ല. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചീരത്തോരനൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ പോലെ തന്നെയാണ് ഞാനും ചീരത്തോരൻ ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെ കിട്ടുന്ന ചീരയിൽ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും അതിങ്ങനെ കുഴഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ. അതിങ്ങനെ ഒത്തിരി ഡ്രൈ ആയിട്ടൊന്നും വരാറില്ല. ചീര നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് പറ്റുന്ന പോലെ ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാടൊന്നും ഡ്രൈ ആയിട്ട് കിട്ടാറില്ല. കുഴഞ്ഞു തന്നെയാണ് ഇരിക്കാറ്. അപ്പോൾ അതേസമയം ഞാനിവിടെ കാളനിലേക്ക് വേണ്ടിയിട്ടുള്ള തൈര് നന്നായിട്ട് ഇങ്ങനെ കട്ടയുടച്ചെടുക്കുന്നുണ്ട്. സാധാരണ വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ടയുടച്ചെടുക്കുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. ഞാൻ മിക്സിയിലിട്ട് അങ്ങനെ അടിച്ചെടുക്കാറില്ല. വിസ്ക് വെച്ചിട്ട് കട്ടയുടച്ചിട്ട് മോരുകറി അല്ലെങ്കിൽ കാളനൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്കും കൂടുതൽ നന്നായിട്ട് തോന്നാറുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ചീരത്തോര റെഡിയായി. അത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇനി കാളൻ ഉണ്ടാക്കാനാണ് പോണത്. ആദ്യം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചു. ഉലുവ എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ടു. ഇതങ്ങനെ ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടില്ലാത്ത റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് ഒരു പതുക്കെ ചുവന്ന കളറാകുമ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുവരെ നമുക്ക്
ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോൺസ് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ പ്രോൺസ് എല്ലാം കൂടി ഇതിനകത്ത് കുറച്ച് തിക്കും തിരക്കുമാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെറുതായി കിട്ടില്ലേ, അപ്പോൾ ആ തിക്കും തിരക്കൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ പ്രോൺസ് ഇട്ട ശേഷം നമ്മൾ മൂടി വെച്ചിട്ടാണ് കേട്ടോ അത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഇത് പതിയെ ചുവന്ന കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് എന്തിനാണ് മാറ്റി വയ്ക്കുന്നതെന്ന് വെച്ചാൽ അവസാനം നമുക്ക് താളിക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എണ്ണയിൽ വഴറ്റിയിടേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്ന ഇത് തന്നെയാണ് ഞാൻ അവസാനം എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ താളിക്കാനായിട്ട് ചേർക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് പതിയെ ചുവന്ന കളറാകുമ്പോൾ ഞാൻ അതിനകത്തേക്ക് തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നല്ല മഷി പോലെ അരയ്ക്കണം എന്നാണ് കേട്ടോ മമ്മി പറയാറ്. അപ്പോൾ തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ, ജീരകം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകവും കൂടെ ചേർക്കാം, പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഞങ്ങളുടെ അവിടുത്തെ സദ്യകൾക്ക്, ഞങ്ങളുടെ കല്യാണങ്ങൾക്കുള്ള സദ്യകൾക്ക് ഇങ്ങനെയാണ് കാളം വെക്കുക എന്നാണ് മമ്മി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഞങ്ങളുടെ ഒരു ചാച്ചൻ, ജോർജ് ചാച്ചൻ എന്ന് പറയും, ചാച്ചനാണ് കേട്ടോ മെയിനായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. ചാച്ചന് നല്ല കൈപ്പുണ്യാണ്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. അപ്പോൾ ചാച്ചനൊക്കെ ഉണ്ടാക്കുന്ന രീതി ഇതാണെന്നാണ് മമ്മി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് പതിയെ ചുവന്ന കളറാവുന്നവരെ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിലെ വെള്ളം മൊത്തം വറ്റിച്ച് പതിയെ ചുവന്ന കളറാവുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. പ്രോൺസ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ആദ്യം ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കാതെയാണ് ചെയ്തത്, നിങ്ങൾക്ക് കാണാൻ ഒത്തിരി എണ്ണയൊന്നുമില്ല. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കൂടിയാകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരും. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ ഞാൻ സാധാരണ ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രോൺസിന് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോഴേക്കും തേങ്ങയും ആ കഷ്ണങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ കട്ട ഉടച്ച് വെച്ച തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. തൈര് തിളച്ച് പോകാൻ പാടില്ല, തിളച്ച് പോയാൽ അതിങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ എനിക്കെപ്പോഴും ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കാര്യമാണിത്. കാരണം ഇത്തിരി തീ കൂടുതലുണ്ടെങ്കിൽ തന്നെ അതങ്ങനെ പിരിഞ്ഞു പോകുന്ന പോലെ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സൂക്ഷിച്ച് തന്നെ ചെയ്യണം. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ കാളം വെക്കാറുണ്ടോ? ഇങ്ങനെ തേങ്ങ നന്നായിട്ട് വരട്ടിയെടുത്ത് കാളം വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനത്തെ റെസിപ്പി വേറെ എങ്ങും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്, നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്ത തൈര് നന്നായിട്ട് ചൂടായി ഇങ്ങനെ ആവിയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഞാൻ അതിനകത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന താളിപ്പിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് ആവി പറക്കുന്ന കാണുമ്പോൾ തന്നെ അതിൻ്റെ പാകമായി. അപ്പോൾ പ്രോൺസ് എല്ലാം ഞാനിവിടെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള കറികളെല്ലാം റെഡിയായി. അപ്പോൾ ഉണ്ടാക്കിയ കറികളെല്ലാം ഇതുപോലെ പാത്രത്തിലേക്ക് പകർത്തി വെച്ച ശേഷം അവിടെ അത്രയും നേരം ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ കഴുകി വെച്ചു. പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. ഇപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് ക്ലീൻ ചെയ്തിട്ടാൽ വൈകുന്നേരം കുറച്ചും കൂടെ പണി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ചും കൂടെ പണിയല്ലേ. ശരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, അതെല്ലാം നന്നായിട്ടൊക്കെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പൊക്കെയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ പിന്നെ വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ, ചിക്കൻ ഗ്രില്ല് ചെയ്തതല്ല. അപ്പോൾ നമ്മൾ ഓവനിലാണ് അത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുപ്പിൽ ആകെ ചായ വെക്കാൻ കൂടെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അധികം വൃത്തികേടൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നങ്ങ് തുടച്ചിട്ടാൽ പിന്നെ വൈകുന്നേരം പണി എളുപ്പമായി. പണിയെല്ലാം കഴിഞ്ഞിട്ട് ചോറുണ്ണാൻ പോവാണ്. ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹാലോവീൻ്റെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് ആരോണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ശരിക്കും ഞങ്ങൾ ഹാലോവീന് മുന്നത്തെ ശനിയാഴ്ച എടുത്തതാണ്. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനൊന്നും പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ വരാനായിട്ട് ലേറ്റ് ആയതാണ് കേട്ടോ.
സാധാരണ ഞങ്ങൾ ഈ ഹാലോവീനൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ മോൻ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടും ഇവിടുത്തെ ഒരു ഭയങ്കര ഒരു ആഘോഷമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരോ വരച്ചതാണ് കേട്ടോ ഇത്. അവനവിടെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിലന്തി വലയും ചിലന്തിയും പിന്നെന്താ നമ്മുടെ വവ്വാലിനെയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് സന്തോഷമായി. കുറച്ച് മത്തങ്ങേനെയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആ വെളുത്ത മത്തങ്ങ അതിൽ ആ കറുത്ത കളറുള്ള കണ്ണൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന അവൻ തന്നെയാണ്. പിന്നെ നമ്മുടെ മാല ബൾബ് തൂക്കിയിട്ടുണ്ട്. ഇത് പുതിയ ബൾബാണ്, ഈ വർഷമാണ് കേട്ടോ ഞങ്ങളിത് വാങ്ങിച്ചത്. സാധാരണ ഹാലോവീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മഞ്ഞ നിറമാണല്ലോ, മത്തങ്ങയ്ക്കും എല്ലാത്തിനും ഒരു മഞ്ഞയാണല്ലോ ഇവിടുത്തെ തീം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബൾബാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ മാല ബൾബ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാനങ്ങനെ പ്ലാന്റ്സിന് എപ്പോഴൊന്നും വെള്ളമൊഴിച്ച് കൊടുക്കാറില്ല. മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ മാത്രമാണ് വെള്ളമൊഴിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചെടികൾക്കും കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വിൻ്റർ ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും വെള്ളമൊഴിച്ച് കൊടുക്കാറില്ല. കുറേശ്ശെ വെള്ളമാണ് കേട്ടോ എല്ലാത്തിനും ഒഴിക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ടത്തേക്കുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്കിത് വേണമെങ്കിൽ ഒരു ദിവസം മുന്നേ ഒക്കെ പുരട്ടി വെക്കാം കേട്ടോ. എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല. ആണോ കഴിക്കാൻ തോന്നുന്നത് അത് അന്നേരം തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ശീലമാണ് ഞങ്ങൾക്ക്. പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരിക്കും മിക്കവാറും ഫുഡിൻ്റെ കാര്യത്തിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മുന്നേ കൂട്ടി ഒരുപാട് അങ്ങനെ പ്ലാനൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ ഇതിന് മുന്നേ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെയിം റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. അതിനകത്ത് കുറച്ചും കൂടെ നേരം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഒരുപാട് നേരമൊന്നും വെക്കുന്നില്ല, അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം തന്നെ സെയിം ആണ്. ഞങ്ങൾ വൈകിട്ട് മിക്കവാറും തന്നെ നേരത്തെ ഡിന്നർ കഴിക്കും. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ചോറ് തന്നെ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ തന്നെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ ചെയ്യാറ്. ഇന്നത് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല ഞങ്ങൾക്ക് ആർക്കും. മോനും ഗ്രിൽഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അത് മാത്രമാണ് വൈകിട്ട് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ എടുത്തേക്കുന്നത്. തൊലി ഞങ്ങളങ്ങനെ ഇടയ്ക്ക് കളയാറുണ്ട്, ഇടയ്ക്ക് കളയാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിനകത്തേക്ക് ഒന്ന് കത്തി കൊണ്ട് തുളയിടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് മാരിനേഷനൊക്കെ അതിനകത്തേക്ക് പിടിച്ചോളും. ഒരു മണിക്കൂറൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് വെക്കാനായിട്ട് സമയം കിട്ടിയുള്ളൂ, അല്ലാതെ ഒരുപാട് നേരം കിട്ടിയില്ല. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഐക്കേന്ന് വാങ്ങിച്ച ഇങ്ങനത്തെ ഒരു ട്രെയിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത്. അതിൻ്റെ അടിയിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് അത് ആദ്യം ഗ്രില്ലാണ് ആദ്യം നമ്മൾ ബേക്കാണ് ചെയ്യുന്നത്. 390-ലൊക്കെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് വെന്ത് വരുന്നവരെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന മസാല ഇടയ്ക്കൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലയിടത്ത് മസാലയൊക്കെ ഒത്തിരി വീണ് പോയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളത് ലാസ്റ്റ് കുറച്ച് ബട്ടർ തേച്ചിട്ട് ബ്രോയിൽ മോഡിലിട്ടിട്ട് ബ്രോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഇങ്ങനെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ ബട്ടർ നമ്മളിങ്ങനെ ലാസ്റ്റ് തേച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ 2 വശം മറിച്ചും തിരിച്ചും വെക്കും കേട്ടോ. ഒരു ബ്രോയിൽ മോഡിൽ അങ്ങനെ ഒരുപാട് നേരമൊന്നും വെക്കാറില്ല. ഒരു 5-6 മിനിറ്റൊക്കെ ഒരു വശം വെച്ചിട്ട് പിന്നീട് അടുത്ത വശം 5-6 മിനിറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്, നമ്മൾ കഴിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത തവണ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.